സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി കേരളയുടെ മറ്റൊരു അധ്യയന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കുട്ടികൾ നിർബന്ധമായും ആർജിച്ചിരിക്കേണ്ട ഒരു നൈപുണ്യമാണ് യുക്തിസഹമായ ചിന്ത അഥവാ ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ്ങിനെ പറ്റി പറയുമ്പോൾ രണ്ട് ചലന രീതികളാണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. ഒന്ന്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമ്മുടെ വീട്ടിലെ ക്ലോക്കിലെ സൂചികൾ സഞ്ചരിക്കുന്ന ദിശയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. മറ്റൊന്ന് ആന്റി ക്ലോക്ക് വൈസ്, അതായത് സൂചികൾ സഞ്ചരിക്കുന്നതിന്റെ എതിർദിശ. ഈ രണ്ട് ചലന രീതികൾ ഓർത്തു വെച്ചോളൂ. ഇനി നമുക്ക് ചിത്രത്തിലേക്ക് പോകാം. ചിത്രം ശ്രദ്ധിക്കൂ. ചിത്രത്തിൽ നമുക്ക് ഒരു ചതുരം കാണാം. ഒരു ചതുരത്തെ 4 ഭാഗിച്ചിരിക്കുന്നു. 4-ൽ 1 ഒരു വൃത്തമുണ്ട്. അടുത്ത ചിത്രം നോക്കൂ. ആ വൃത്തം വലത്തോട്ട് സഞ്ചരിച്ചിരിക്കുന്നു. അടുത്ത ചിത്രം നോക്കൂ. ആ വൃത്തം പിന്നെയും വലത്തോട്ട് സഞ്ചരിച്ചിരിക്കുന്നു. ഈ സഞ്ചാരപാതയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി മറ്റൊരു ചിത്രം കാണാം. ഇതിൽ ഒരു വൃത്തമുണ്ടല്ലേ? ആ വൃത്തത്തിന് മുകളിൽ ഒരു ആരോ ഉണ്ട്. അതിന്റെ രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഒരു വൃത്തം, ആ ആരോ വേറൊരു സഞ്ചാരപാതയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചിത്രം നോക്കൂ. അതിൽ ആ വൃത്തത്തിന് താഴെയാണ് ആരോ വന്നിരിക്കുന്നത്. എങ്കിൽ ഈ രണ്ട് ചിത്രങ്ങളിലെയും നാലാമത്തെ ചിത്രം ഏതായിരിക്കും? കിട്ടിയല്ലേ? ഇവിടെ നമ്മൾ കടന്നു വന്ന പ്രക്രിയകൾ ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ ആ ചിത്രങ്ങളെ നിരീക്ഷിച്ചു, ഒബ്സർവേഷൻ അല്ലെ. അത് കഴിഞ്ഞോ അതിൽ കടന്നു വന്നിരിക്കുന്ന സഞ്ചാരപാത അല്ലെങ്കിൽ മൂവ്മെന്റ് പാറ്റേൺ എന്താണെന്ന് കണ്ടെത്തി. അതിനുശേഷം അതിനെ അടിസ്ഥാനമാക്കി ഒരു റൂൾ അഥവാ നിയമം രൂപീകരിച്ചു. ആ രൂപീകരിച്ച നിയമം അടിസ്ഥാനമാക്കി നമ്മൾ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ നിന്ന് ഏതാണ് ശരി ഉത്തരമെന്ന് കണ്ടെത്തി. ഇനി ഉത്തരം തെറ്റാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകൂടി തന്നിരിക്കുന്ന 2 ചിത്രങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കണം. നിരീക്ഷിച്ച് അതിനനുസൃതമായി മറ്റൊരു സഞ്ചാരപാത അതിൽ നിന്ന് കണ്ടെത്തണം. അതിനെ അടിസ്ഥാനമാക്കി ഒരു നിയമം, ഒരു റൂൾ രൂപീകരിക്കണം പിന്നെയും. എന്നിട്ടോ ആ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നമ്മൾ രൂപീകരിച്ച നിയമം അനുസരിച്ചുള്ള ഉത്തരം ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ നമ്മൾ രൂപീകരിച്ച നിയമം ശരിയാണ്, അല്ലെങ്കിലോ പിന്നെയും ചെയ്യണം. മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വരും വരെ ബൈ.